കോട്ടയത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകോപനമില്ലെന്ന പരാതി ഉയരുന്നു. ഈ പരാതിക്ക് ബലം നൽകുന്നതായിരുന്നു ഇന്നലെ ചങ്ങനാശ്ശേരി ടൗൺ LP സ്കൂളിൽ ഉണ്ടായത്. ഈ ക്യാമ്പിൽ കഴിഞ്ഞ വർഷം ഉച്ചഭക്ഷണത്തിനായി വൈകുന്നേരം 3 മണിവരെയാണ് കാത്തിരിക്കേണ്ടി വന്നത്. നമുക്ക് മിനിഞ്ഞാന്ന് തൊട്ടാണ് നമുക്ക് ക്യാമ്പ് ആരംഭിച്ച ആദ്യ ദിവസം തൊട്ട് നമ്മുടെ വാർഡിൽ നിന്ന് പായിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒത്തിരി നമ്മുടെ ഒന്നാം വാർഡിൻ്റെ കോമകരിച്ചത് അങ്ങനെ കുറേ ഭാഗങ്ങളിലായിട്ട് വെള്ളക്കെട്ട് അതിരൂക്ഷമായതുകൊണ്ട് നമ്മുടെ ആൾക്കാരെല്ലാം പുഴവാർ സ്കൂളിലോട്ട് വന്നായിരുന്നു. തുടക്കം തൊട്ട് നമ്മുടെ ക്യാമ്പിൽ മുനിസിപ്പാലിറ്റിക്കാരെന്നും ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരെന്നും ഒരു വേർതിരിവുണ്ടായിരുന്നു. അത് ഞാൻ തുടക്കം തൊട്ട് നമ്മുടെ സെക്രട്ടറിയോടും നമ്മുടെ പ്രസിഡന്റിനോടും എല്ലാം വിളിച്ച് പറഞ്ഞായിരുന്നു. അത് ആദ്യം തൊട്ടുള്ളൊരു വീഴ്ചയായിരുന്നു. അത് ഇവരുടെ ഒരു ഏകോപനമില്ലായ്മയായിരുന്നു മെയിനായിട്ടുള്ള വിഷയം. ഇന്നലെ ചങ്ങനാശ്ശേരി ടൗൺ LP സ്കൂളിൽ നിന്നും ഉയർന്ന പരാതികളാണിത്. ഭക്ഷണം ചോദിച്ചപ്പോൾ കിടപ്പ് രോഗികൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ളവരോട് അടുത്ത ക്യാമ്പിൽ പോയി കഴിക്കാനായിരുന്നു നിർദ്ദേശം. ഇവിടെ ഉള്ള ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാമ്പിൽ ഇതുവരെ യാതൊരു സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു പട്ടിണി ഇരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അതാണിപ്പോൾ ചാനലുകാരും ആളുകളും എല്ലാം കൂടി മുനിസിപ്പാലിറ്റി ഇപ്പം ഇത്രയും ഒരു വിഷയമായി കഴിഞ്ഞപ്പം അധികാരികളും രാവിലെ ഞങ്ങളിവിടെ വന്നിട്ട് മുനിസിപ്പൽ സെക്രട്ടറിയോടും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറോടും പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, 100-ലേറെ പേര് ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നു, അവിടെ വിഷയം നിങ്ങൾ അനുഭാവപൂർവ്വം നിങ്ങൾ കാണണം. അവർക്ക് അടിയന്തരമായിട്ട് അവർക്കൊരു ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുപ്പും പാത്രവും പലവഞ്ചനും അവിടെ എത്തിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ മറുപടി എന്ന് പറയുന്നത് അവിടെ ഒരു ക്യാമ്പുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ട്, അവിടെ പോയി അവർ ഭക്ഷണം മേടിച്ച് കഴിക്കട്ടെ. ഇതായിരുന്നു തിരിച്ച് മുനിസിപ്പൽ സെക്രട്ടറിയുടെയും വില്ലേജ് ഓഫീസിലെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ അതാത് ക്യാമ്പുകളിൽ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്തിരുന്നത്. ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളും റവന്യൂ വകുപ്പും ഒരുക്കിയിരുന്നു. എന്നാൽ ഇക്കുറി പല ക്യാമ്പുകളിലും അത്തരം ഏകോപനം ഉണ്ടാവുന്നില്ല. ഇതാണ് പരാതിക്ക് കാരണമെന്ന് മുൻ മന്ത്രി VN വാസവൻ പറഞ്ഞു. 155ഓളം ആളുകളുള്ള ക്യാമ്പിൽ അവർക്ക് പ്രഭാത ഭക്ഷണം ശരിയാക്കി കൊടുക്കുന്ന രംഗത്ത് ക്യാമ്പ് അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ആദ്യം സിലിണ്ടറും അതുപോലെ തന്നെ അടുപ്പും കൊണ്ടുപോയി കൊടുത്തു, 1 കിലോ സവോളയും കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നിട്ട് അതെല്ലാം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സമയമായിട്ടും ഭക്ഷണം കിട്ടാവുന്നവർ പിന്നെ വെളിയിലിറങ്ങി ഭക്ഷണം വാങ്ങിക്കഴിക്കുകയാണ് ചെയ്തത്. ഉച്ചഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു അവർ മറ്റൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ യഥാർത്ഥത്തിൽ ക്യാമ്പിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനുള്ള ക്രമീകരണം രാവിലെ ഉണ്ടാക്കി വെച്ചത് എടുത്തുകൊണ്ട് പോയതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മറ്റധികാരികൾ പറയുന്നത് മറ്റൊരു സ്ഥലത്ത് ഇതുണ്ടാക്കുന്നുണ്ട്, അതിനിടയ്ക്കുള്ളൊരു സ്ഥലത്ത് വന്ന് നിങ്ങൾ കഴിക്കണം, എല്ലാവരും കുട്ടികളും രോഗികളുണ്ട്, അവരെല്ലാം എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ 2 ക്യാമ്പിലും ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു കോർഡിനേഷൻ്റെ അഭാവമാണ് ഒരു പ്രശ്നം. ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കാതെ വന്നതോടെ ക്യാമ്പിൽ കഴിഞ്ഞവർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. എന്നാൽ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പരാതിക്കാരെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് പരിശ്രമിച്ചത്. കൈരളി ന്യൂസ്, കോട്ടയം.